എവിടെ നമ്മൾ ഓടിപ്പോയാലും എവിടെ നമ്മൾ മറഞ്ഞിരുന്നാലും ആ ഓടിപ്പോകുന്നിടത്തു നിന്നും മറഞ്ഞിരിക്കുന്നിടത്തു നിന്നും നമ്മളെ വന്ന് സ്നേഹിച്ച് വാരിക്കോരിയെടുക്കുന്ന ഒരു നല്ല അപ്പായുടെ സ്നേഹം നമുക്ക് ക്രിസ്തുയേശുവിലൂടെ അനുഭവിക്കാൻ സാധിച്ചതിനെ ഓർത്ത് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഇത്ര നല്ല കർത്താവ് എൻ്റെ ദൈവമായതിനാൽ, എൻ്റെ ഇടയനായതിനാൽ, ഒന്ന് പറഞ്ഞ് ഇത്ര നല്ല കർത്താവ് എൻ്റെ ഇടയനായതിനാൽ, എൻ്റെ ദൈവമായതിനാൽ ഹല്ലേലൂയ, എനിക്ക് എന്ത് രക്ഷയാണ്, എനിക്ക് എത്ര മാന്യ പദവിയാണ് ഉള്ളത്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ മക്കൾ പ്രതികരിക്കണം, വചനം കേൾക്കുമ്പം പ്രതികരിക്കണം, വാ തുറന്ന് അതിന് ആമേൻ പറയണം, ഹല്ലേലൂയ പറയണം, സ്തോത്രം പറയണം, നാവ് ചലിപ്പിക്കണം. ഹല്ലേലൂയ. സ്തുതിയും സ്തോത്രവും ആരാധനയും നാവിൻ്റെ അറ്റത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. നാവ് ചലിക്കും തോറും കർത്താവിന് വേണ്ടി നാവ് ചലിക്കും തോറും ഹല്ലേലൂയ, യേശുവേ മഹത്വം, സ്തോത്രം, ആരാധന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും, അന്യഭാഷയുള്ളവർ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും, ഞാൻ പറയട്ടെ, അന്തരീക്ഷം മാറും, അറിയാതെ വിടുതലുകൾ സംഭവിക്കും, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകും, വിഷയങ്ങൾ കർത്താവ് കൈകാര്യം ചെയ്യും, അത്ഭുതം നടക്കും, ആ അറ്റ്മോസ്ഫിയർ തന്നെ മാറും. ഹല്ലേലൂയ. അറ്റ്മോസ്ഫിയർ മാറിയാൽ അത്ഭുതം കർത്താവിന് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നമ്മളുടെ അവകാശമാണ്, അത്ഭുതങ്ങൾ സാധാരണമാണ്. കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവർക്ക് വേണ്ടി, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ദൈവം എന്തും ചെയ്തു കൊടുക്കും. ഹല്ലേലൂയ. ഭൂമിയിലെ മക്കൾക്ക് വേണ്ടി, ഹല്ലേലൂയ, സ്വന്തം അപ്പനും അമ്മയും എന്തെങ്കിലുമൊക്കെ നന്മ, അവരെന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം ചെയ്താൽ ഉടനെ അവർക്ക് ആ നന്മ ചെയ്ത് കൊടുക്കുമെങ്കിൽ അതിൻ്റെ എത്രയോ 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 ഇരട്ടിയാ എൻ്റെ സ്വർഗത്തിലെ അപ്പ ഹല്ലേലൂയ നന്മകളും കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നത്. ഹല്ലേലൂയ. നമ്മളിന്ന് ആ പാട്ടിൻ്റെ ഈരടികൾ പാടി കേട്ടു അല്ലേ? വാഗ്ദത്തത്തിൻ സമയമാണിത്. ഹല്ലേലൂയ. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്, വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറയണം. വാഗ്ദത്തത്തിൻ്റെ സമയമാണ് ഇന്ന്. ഹല്ലേലൂയ. വാഗ്ദത്തത്തിൻ്റെ സമയമായത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണ്. ഹല്ലേലൂയ. നമ്മുടെ വചനത്തിനകത്തേക്ക് നമുക്കൊന്ന് കയറാം. കർത്താവിൻ്റെ നല്ല വചനം നമ്മൾ കേൾക്കുമ്പോൾ തിരിച്ചറിയും നമ്മൾ വാഗ്ദത്തത്തിൻ്റെ അറ്റത്ത് തന്നെ നമ്മൾ നിൽക്കുക. വാഗ്ദത്തത്തിനകത്തോട്ടൊന്ന് കാല് വെച്ച് കയറിയാൽ മതി. ഞാൻ പറയാം, വാഗ്ദത്തത്തിനകത്തോട്ട് കയറുന്നത് സ്തോത്രവും സ്തുതിയും ആരാധനയോടെയാണ് കയറാൻ സാധിക്കുന്നത്. ഇന്ന് അടഞ്ഞ വാതിലുകൾ താക്കോലില്ലാതെ തുറക്കാൻ സാധിക്കുന്ന ഏക ഒരു താക്കോല സ്തോത്രവും സ്തുതിയും. ഞാൻ പറയട്ടെ, നിങ്ങളുടെ നാവിൻ്റെ അറ്റത്ത് സ്തോത്രവും സ്തുതിയും നിങ്ങൾ പോലും അറിയാതെ പൊങ്ങിയാൽ നിങ്ങളുടെ ജീവിത ഭാരങ്ങൾ മാറിപ്പോകും, നിങ്ങളുടെ ജീവിതത്തിനകത്തെ വിഷയങ്ങൾ തീർന്നു പോകും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം പ്രത്യാശയുള്ളതായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിനകത്ത് ഒരു വലിയ വാഗ്ദത്തം നമ്മൾ കാണുക. മാത്യു ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 18. ഇങ്ങനെ വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ദിസ് ഈസ് ഹൗ ജീസസ് ദ മെസ്സായ വാസ് ബോൺ. മെസ്സയായെ കാത്തിരിക്കുന്ന ഒരു ജനം നാളുകളായിട്ട്, വർഷങ്ങളായിട്ട്, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത വർഷങ്ങളായിട്ട് മെസ്സയായെ കാത്തിരിക്കുക. അന്ന് ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും പാപം ചെയ്ത് മനുഷ്യകുലത്തിനെ വീഴ്ത്തിക്കളഞ്ഞപ്പോൾ അന്ന് പിതാവായ ദൈവം പറഞ്ഞതാ. ആരോട് പറഞ്ഞു? പാമ്പ്, പിശാചായ പാമ്പിനോട് പറഞ്ഞു, നിന്റെ തലയെ തകർക്കാൻ സ്ത്രീയുടെ സന്തതി എഴുന്നേൽക്കും. ഹല്ലേലൂയ. അന്ന് പറഞ്ഞൊരു വാഗ്ദത്തത്തിന് വേണ്ടി ഭൂമി മൊത്തം ഇങ്ങനെ കാത്തിരിക്കുക, പ്രപഞ്ചം മൊത്തം കാത്തിരിക്കുക, ജനം മൊത്തം കാത്തിരിക്കുക. പ്രാർത്ഥിക്കുന്നവർ പലയിടങ്ങളിലും ഭൂമിയുടെ അറ്റത്തോളം ഇരുന്ന് ഇങ്ങനെ ആഗ്രഹിക്കുക. ഓരോരുത്തർ വരുമ്പോൾ ഹല്ലേലൂയ അത് മിശിഹ ആണ് എന്ന് പറഞ്ഞ് വലിയ ആവേശത്തോടെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഹല്ലേലൂയ കർത്താവ് ഇവനാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും മിശിഹായെ കണ്ടില്ല. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് ദൈവത്തിൻ്റെ വചനം എഴുതി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഇങ്ങനെയാണ്
മിശിഹ ജനിച്ചത്. എന്നിട്ട് മിശിഹായുടെ ജനനത്തിനെ കുറിച്ച് ഇനിയും പറയുക. അപ്പം വാഗ്ദത്തം കാത്തിരുന്ന്, ഞാൻ പറയട്ടെ, ചിലപ്പോൾ ഒരു രോഗസൗഖ്യമായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയത്. എന്താണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? മക്കളുടെ വിടുതലായിരിക്കും കാത്തിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പം വിവാഹ ജീവിതത്തിനകത്തെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയായിരിക്കും കാത്തിരിക്കുന്നത്. എന്തെങ്കിലും ഒരു വിഷയത്തിനായിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്നത്. അതിനു വേണ്ടിയ വാഗ്ദത്തം നിങ്ങൾ കയറി പിടിച്ചിട്ട് നാളുകളായി, എന്നിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവെ ഇന്നാണ് എൻ്റെ വിടുതൽ, ഇന്നാണ് അതിൻ്റെ സമയം. പക്ഷേ അത് സമയം എടുത്തു അതിൻ്റെ നന്മ കാണാൻ. കർത്താവ് അത് പറഞ്ഞപ്പോൾ, ദൈവവചനത്തിനകത്തൂടെ അത് ഇടപെട്ടപ്പോൾ തന്നെ ആ അത്ഭുതം നടന്നു കഴിഞ്ഞു. ആ വാഗ്ദത്തം ലഭിച്ചു കഴിഞ്ഞു. ആ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. പക്ഷേയോ അത് കാണാനായിട്ട്, അല്ലെങ്കിൽ അത് കണ്ണിന് മുൻപിൽ അത് പ്രത്യക്ഷപ്പെടാനായിട്ട് സമയമെടുക്കുന്നു. ആ സമയമെടുക്കുന്ന ആ സമയങ്ങളിൽ, അത്രയും നാളുകളിൽ നമ്മൾ മിശിഹായ്ക്ക് വേണ്ടി ഒരു കൂട്ടം ജനം കാത്തിരിക്കുമ്പോൾ അവർ വലിയ പ്രാർത്ഥനയോടും വലിയ ആകാംക്ഷയോടും കാത്തിരുന്നു. ഭയങ്കര എക്സ്പെക്റ്റേഷനോടെ അവർ കാത്തിരുന്നു. ഞാൻ പറയട്ടെ, ഇന്ന് ഏതെങ്കിലും ഒരു നന്മ ലഭിക്കണോ, വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് ആ വാഗ്ദത്തം ലഭിക്കുന്നത്. എനിക്കിന്നത് ലഭിക്കും, ഇന്നത് കിട്ടും, എൻ്റെ ജീവിതത്തിനകത്ത് ഈ അത്ഭുതം നടക്കും എന്ന് കാത്തിരിക്കുന്നവരുടെ ഇടയിലാണ് ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വാഗ്ദത്തം വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം മിശിഹ ഇങ്ങനെയാ ജനിച്ചേ എന്ന് പറഞ്ഞിട്ട് ആ 18-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, His mother Mary was engaged to be married to Joseph, but before the marriage took place, while she was still a virgin, she became pregnant through the power of the Holy Spirit. അന്ന് വായിച്ചേ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹം നിശ്ചയിച്ചതിന് ശേഷം അവരെ ഒന്നിച്ച് ജീവിക്കുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് ആമേൻ. എങ്ങനെ? പരിശുദ്ധ ആത്മാവിനാൽ ഗർഭിണിയായി. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയാൽ അവൾ ഗർഭിണിയായി. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ രോഗങ്ങൾ സൗഖ്യമാകും, ബാധകൾ അഴിയും, ഭൂതങ്ങൾ വിട്ടുമാറും, കുടുംബജീവിതങ്ങൾ നേരെയാവും, മക്കൾ നേരെയാകും, സാമ്പത്തികം ഭദ്രതയുള്ളതാകും, പല അത്ഭുതങ്ങളും നടക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മറിയ ഗർഭിണിയായി. കണ്ടോ? മനുഷ്യനാലല്ല, വേറെ ഒരു ഉപായത്താലുമല്ല, വേറെ ഒരു ക്രിയയാലുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. ഇന്നൊന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും സംഭവിക്കും. ഹല്ലേലൂയ. ഇന്ന് ചില നട്ടലിൻ്റെ എല്ല്, ആ നട്ടലിൻ്റെ എല്ലിലൂടെ കർത്താവ് ചില സൗഖ്യങ്ങൾ വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നട്ടലിൻ്റെ എല്ലേൽ മേളിലോട്ടും കീപ്പോട്ടും ചിലവർക്ക് ഇങ്ങനെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നത് പോലത്തെ ഒരു അനുഭവം ചിലവർക്ക് ഉണ്ടാവുന്നുണ്ട്. സ്തോത്രം. ഇന്ന് കർത്താവ് നട്ടലിനെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഒരു പുരുഷനെ അറിയാത്ത ഒരു പെൺകുഞ്ഞ് അവൾ ഗർഭിണിയായി. ഹല്ലേലൂയ. ആരെ കൊണ്ട് അവൾ ഗർഭിണിയായത്? സാക്ഷാൽ ദൈവത്തിനെയും കൊണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഓമന കുമാരനെയും കൊണ്ട്, ദൈവത്തിൻ്റെ പുത്രനെയും കൊണ്ട്. ഇത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് അസാധ്യമാണ്. ഇത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, കണക്കിലിടാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പറയും ദൈവം ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ പ്രവർത്തിക്കുമായിരിക്കും. പക്ഷേ നോ. ഹല്ലേലൂയ. നമ്മളുടെ പ്രതീക്ഷയ്ക്കപ്പുറം അത്ഭുതകരമായി, കണ്ണ് തള്ളുന്ന വണ്ണം, മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുന്ന വണ്ണം, നമ്മൾ വാ തുറന്ന് അതിശയം എന്ന് പറയത്തക്ക വണ്ണം എൻ്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അങ്ങനെയാണ് വ്യാപരിക്കുന്നത്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിനകത്ത്, എന്നിട്ട് ബാക്കി അങ്ങോട്ട് വിസ്തരിക്കുക. അപ്പം മറിയ ഗർഭിണിയായെന്ന
മത്തായിയുടെ സുവിശേഷം 1 പറഞ്ഞത്. പക്ഷേ ലൂക്കാ സുവിശേഷം 1 വരുമ്പോഴത്തേക്ക് അത് ഇച്ചിരിയും കൂടി ഒന്ന് വിവരിക്കുക. നമുക്ക് ആ വിവരിക്കുന്നതിനകത്തേക്കൊന്ന് നമുക്ക് കയറാം. നമുക്ക് മരിയോടൊപ്പം നമുക്കൊന്ന് വസിക്കാം ഒരു അല്പസമയം. ആ അത്ഭുതം നടക്കുന്ന ആ സമയത്ത് നമുക്കും ഒന്ന് കയറി ചെല്ലാം. നമ്മളൊന്ന് കയറി ചെല്ലുമ്പോഴാണ് നമുക്കൊന്ന് അനുഭവിക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ വചനം എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്ന മേഖലകൾ എനിക്കൊന്ന് അനുഭവിക്കാൻ സാധിക്കണം. എൻ്റെ ശരീരത്ത്, എൻ്റെ ആത്മാവിൽ, എൻ്റെ ബുദ്ധിക്കകത്തൊക്കെ ഇതൊന്ന് അനുഭവിക്കാൻ സാധിക്കണം. ഇന്ന് അനുഭവിച്ചാൽ വിടുതല. ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 1:26 Luke 1:26 ഇങ്ങനെയാ പറയുന്നത്. In the 6th month of Elizabeth's pregnancy, God sent the angel Gabriel to Nazareth, a village in Galilee. പറയുവാണ് എവിടാണ് മരിയ ജീവിച്ച സമയമാ. ഹല്ലേലൂയ. അതെന്നിട്ട് കാലവും സമയമൊക്കെ, ദൈവത്തിൻ്റെ കാലങ്ങളും സമയങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദൈവം കാലഘട്ടങ്ങൾ നോക്കി, അതാണ് നമ്മൾ പറയുന്നത് സീസൺസ് അല്ലേ. ദൈവം ഓരോ കാലത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യും. കർത്താവ് എന്തെങ്കിലും ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടോ, ഡേറ്റ് സഹിതം എഴുതിയിടണം, ഇത്രാം തീയതി ഇന്ന സമയത്ത് എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ ഇടപെട്ടു എന്ന് പറയണം. ഞാൻ ഇന്ന പ്രാർത്ഥനയ്ക്ക് കയറി, ഇന്ന ദൂത് ഞാൻ കേട്ടു, ഇത്ര മണിക്ക് ഞാൻ കേട്ടു, എഴുതി വെക്കണം. ഇങ്ങനെയാണ് ഞാൻ കേട്ടത്. 10 ദിവസത്തിനകം, 20 ദിവസത്തിനകം, 15-ാം തീയതിക്കകം ഡേറ്റ് സഹിതം കർത്താവ് പറയാം. അതിന് ഭയങ്കര പ്രാധാന്യമാണ്. എന്ന് വെച്ചാൽ ദൈവം ഹി ഈസ് നെവർ ടു ഏർലി ആൻഡ് ഹി ഈസ് നെവർ ടു ലേറ്റ്. ഹല്ലേലൂയ. വേഗത്തിൽ ചെയ്യുന്നവനുമല്ല, വൈകി ചെയ്യുന്നവനുമല്ല, തക്ക സമയത്ത് ചെയ്യുന്നവനാണ്. എൻ്റെ കർത്താവ് കോലാഹലത്തിൻ്റെ ദൈവമല്ല. എല്ലാം അടുക്കും ചിട്ടയും ഒക്കെ ആയിട്ട് സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന ഒരു നല്ല കർത്താവാണ്. അപ്പം വചനം പറയുന്നു, എലിസബത്ത് മരിയയുടെ ഒരു റിലേറ്റീവ് ആയിരുന്നു. എലിസബത്തിന് 6-ാം മാസത്തിൽ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ എലിസബത്ത് തന്നെ 10-60 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീയാണ്. അവർ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ അവരുടെ 6-ാം മാസത്തിൽ ഗബ്രിയേൽ ദൂതൻ ഗലീലിയയിൽ ഒരു കന്യക പെൺകുട്ടി മരിയ എന്ന പേരുള്ള ഒരു കന്യകയുടെ അടുത്ത് വന്നു. എന്നിട്ട് ഇവളെക്കുറിച്ച് പറയുന്നു, ഇവള് ദാവീദിൻ്റെ ഗോത്രത്തിലുണ്ട്, ജോസഫുമായിട്ട് വിവാഹം നിശ്ചയിച്ച് വെച്ചിരിക്കുക. ഇന്നത്തെ കാലത്തെ പോലത്തെ നിശ്ചയമൊന്നും അല്ലായിരുന്നു യൂതന്മാരുടെ അന്നത്തെ നിശ്ചയം. അവർ കല്യാണം നിശ്ചയിച്ചാൽ ഇട്ടേച്ചൊന്നും പോകാൻ പറ്റത്തില്ല. എന്നാൽ ഈ കല്യാണം ഇനിയും വേണ്ട, വേറെ ആരെങ്കിലും കെട്ടാം എന്ന് പറയാനും പറ്റത്തില്ല. മരണത്തോളം ആ വിവാഹത്തിനെ ഉറപ്പിക്കുന്നതായിരുന്നു വിവാഹ നിശ്ചയം. അവർ കൂടെ ഒരുമിച്ച് ഒന്നായി ജീവിക്കത്തില്ല. ബാക്കിയെല്ലാം അവർ വീടൊരുക്കും, എല്ലാം സ്നേഹബന്ധങ്ങൾ, ഒരു കല്യാണം കഴിച്ചതുപോലെ തന്നെയാണ് അവരുടെ നിശ്ചയം. അത്ര കെട്ടുറപ്പുള്ള ഒരു നിശ്ചയമായിരുന്നു അവരുടെ നിശ്ചയം. അപ്പം ഈ കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുക ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട യോസഫുമായിട്ട്. അപ്പം നോക്ക്, ദാവീദിൻ്റെ സിംഹാസനത്തിൽ വാഴാൻ വേണ്ടി സമയമായി. ഹല്ലേലൂയ. എന്നിട്ട് ദൂതൻ അവിടെ വന്നു. 28-ാം തിരുവചനത്തിനകത്ത് ദൂതൻ വന്നിട്ട് ദൂതൻ മരിയോട് പറയുക, ഗ്രീറ്റിംഗ്സ് ഫേവേർഡ് വുമൻ, ദ ലോർഡ് ഇസ് വിത്ത് യു. ഇത് കേട്ട ഉടനെ മരിയയുടെ പ്രതികരണവും കൂടെ നമുക്കൊന്ന് വായിക്കാം. 29-ാം തിരുവചനം. കൺഫ്യൂസ്ഡ് ആൻഡ് ഡിസ്റ്റർബ്ഡ് മേരി ട്രൈ ടു തിങ്ക് വാട്ട് ദി ഏഞ്ചൽ കുഡ് മീൻ. 30-ാം വാക്യം. ഡോണ്ട് ബി അഫ്രൈഡ് മേരി, ദി ഏഞ്ചൽ ടോൾഡ് ഹർ, ഫോർ യു ഹാവ് ഫൗണ്ട് ഫേവർ വിത്ത് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് 28, 29, 30 വാക്യങ്ങളൊന്ന് വായിച്ചു കേൾക്കാം. 28. കൃപ ലഭിച്ചവളെ കണ്ടോ. ദൂതൻ എവിടാ? ദൈവസിംഹാസനത്തിൽ, സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടുക്കലിരിക്കുന്ന ദൂതൻ വന്നിട്ട് മരിയോട് പറയുക, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, ദൈവം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഏഞ്ചലിക് വിസിറ്റേഷൻസ് ഇത് അന്ന് മാത്രമേ സാധ്യമുള്ളൂ, ഇന്നും സാധ്യമാണ്. ദൂതന്മാർ ഇന്നും ഇറങ്ങും, ദൂതന്മാരെ കാണാൻ സാധിക്കും, ദൂതന്മാരുടെ സംസാരം കേൾക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ദൈവസിംഹാസനത്തിൽ നിന്ന് നേരിട്ട് കമാൻഡ് കൊണ്ടിരുന്നതാ ദൂതന്മാർ. ഹല്ലേലൂയ. ദൈവത്തിനെ മിനിസ്റ്റർ ചെയ്തുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്നവരാ. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നു ഇവിടെ മരിയോട് ദൂതൻ ഇറങ്ങി വന്നിട്ട്, സ്വർഗസിംഹാസനത്തിൻ്റെ അരികത്തിരിക്കുന്ന ദൂതൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഒരു മെസ്സേജുമായിട്ട്, ഒരു വാർത്തയുമായിട്ട് മരിയയുടെ അടുക്കൽ വരുന്നു. ഇന്നൊന്ന്
പറഞ്ഞേ, കർത്താവേ എനിക്ക് വേണ്ട ദൂത്, എനിക്ക് വേണ്ട ദർശനം, എനിക്ക് വേണ്ട നന്മ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് എൻ്റെ അരികിൽ ഒന്നിന്ന് കൊണ്ടെത്തിക്കണം. ഹാലിയ എനിക്ക് വേണം, എനിക്ക് വേണം. ഹാലിന്ന് സ്വാർത്ഥതയോടെ പറഞ്ഞേ കർത്താവിനോട്, കർത്താവെ എനിക്ക് വേണം. ഹാലലുയ്യ, ആ ദൂത്, ആ ദർശനം എനിക്ക് വേണം. മരിയ ദൂതനെ കണ്ടു, ഇന്നും ദൂതനെ കാണാൻ സാധിക്കും. മരിയോട് ദൂതൻ സംസാരിച്ചു, ഇന്നും ദൂതന്മാരെ കേൾക്കാൻ സാധിക്കും. ഹാലലുയ്യ. ദൂതൻ എന്തൊക്കെയാ പറഞ്ഞേ? ദൂതൻ പറഞ്ഞു എന്ന് നമുക്ക് കേൾക്കാം. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ ലഭിച്ചവള്, ഇവളെങ്ങനെ കൃപ പ്രാപിച്ചു? ഇന്ന് കൃപ പ്രാപിക്കാൻ വേണ്ടി എന്തൊരു ബഹളം ആൾക്കാരല്ലേ. ഇവളെങ്ങനെയാ കൃപ പ്രാപിച്ചത്? ഇവളുടെ വിശുദ്ധ ജീവിതം കണ്ട. ഇവളെ തെരഞ്ഞെടുത്തത് ദൈവം, ഇവളെ തെരഞ്ഞെടുത്ത മാന്യ പാത്രമായിട്ട് തെരഞ്ഞെടുത്ത്. അന്ന് ഇവളെ തെരഞ്ഞെടുത്തു, നീ കൃപ ലഭിച്ചവളെന്ന് പറഞ്ഞപ്പം ഇവളെന്നാ അവിടെ അഹങ്കരിച്ചില്ല. കണ്ടോ, മറ്റുള്ളവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് എന്നെ കണ്ടോ തെരഞ്ഞെടുത്തത്. നോ, അങ്ങനെയൊന്നുമില്ല. എന്തിനാ ഇത് സംഭവിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അത്ര നിഷ്കളങ്കമായി ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു പെൺകുഞ്ഞ്. ഇന്ന് ദൈവത്തിന് അതാ വേണ്ടത്, എളിമയും നിഷ്കളങ്കതയും. ഞാൻ ആരോ ഒക്കെയാണ് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്നാൽ ഒന്നും കിട്ടത്തില്ല, ഒരു കാര്യവും നേടത്തില്ല. പക്ഷേ മരിയ നിന്നതുപോലെ എന്തിനാ ഇത് പറയുന്നേ? ഒന്നും അറിയുന്നില്ല. ഹല്യ നിഷ്കളങ്കതയോടെ എളിമപ്പെട്ട്, ഹല്യ ദൈവസന്നിധിയിൽ ദൈവം എളിമയുള്ളവരെയാ സഹായിക്കുന്നത്. സ്തോത്രം. എന്തെങ്കിലും 2 കൊമ്പുണ്ടോ ഇന്ന് അതിനെയൊക്കെ മുറിച്ചെടുത്ത് ദൂരെ കളഞ്ഞിട്ട് പറഞ്ഞ്, കർത്താവ് എനിക്ക് കൊമ്പും വേണ്ട, വാലും വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് എളിമയോടെ ദൈവസന്നിധിയിൽ ഒന്ന് നിന്നാൽ മതി. മിണ്ടാതിരുന്ന് നീ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ നീ കാണാനെന്നാ പറയുന്നത്. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ഹല്യ, ഞാൻ ദൈവമെന്ന് നീ മിണ്ടാതിരുന്ന് അറിഞ്ഞുകൊള്ള. ഹല്ലുയ്യ. കർത്താവിൻ്റെ വചനം വീണ്ടും പറയുന്നുണ്ട്, എളിമയുള്ളവനെ ദൈവം ഉയർത്തും, പക്ഷെ നെഗളമുള്ളവനെയോ ദൈവം വെട്ടി താഴെയിടും. ഹല്ലുയ്യ. സ്തോത്രം. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ഞാൻ ആരാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ നടക്കും, എനിക്ക് ഇങ്ങനെ അറിയാം എന്നൊക്കെ പറഞ്ഞ് നിപ്പുണ്ടോ? ഇന്ന് ആ കിരീടമൊക്കെ എടുത്തൊന്ന് താഴെ വെച്ചിട്ടൊന്ന് പറഞ്ഞേ, കർത്താവേ ഇത്ര ഭാഗ്യവതിയായ മരിയ മിണ്ടാതെ ദൈവസന്നിധിയിൽ എളിമയോടെ നിന്നെങ്കിൽ അതിലും എളിമയോടെ എന്നെ ഒന്ന് നിർത്തണേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലിയ. എളിമയുള്ളിടത്ത് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കാൻ പറ്റും. എളിമയുള്ളിടത്ത് ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഹല്ലിയ. ഇവൾ എളിമയുള്ളവളും താഴ്മയുള്ളവളും ആയതുകൊണ്ട് ദൈവത്തിന് ഇവളെ ഉപയോഗിക്കാൻ പറ്റി. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ കരങ്ങളിൽ കർത്താവ് എന്തിനെങ്കിലുമെങ്കിലും ഉപയോഗിക്കാൻ താല്പര്യപ്പെടണോ? എളിമയോടെ നിന്നു കൊടുക്കണം, മിണ്ടാതെ നിന്നു കൊടുക്കണം, താഴ്മയോടെ നിന്നു കൊടുക്കണം. ഇവളെ വിളിക്കുക. നമ്മളെയൊക്കെ ഒന്ന് അങ്ങനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അല്ലേ? ഇന്ന് കർത്താവോട് പറഞ്ഞേ, കർത്താവെ എന്നെ ഒന്ന് ഓമന പേരോടെ ഒന്ന് വിളിക്കണം. അങ്ങയുടെ ഹൃദയത്തിനകത്ത് എന്നോട് തോന്നുന്ന വാത്സല്യത്തോടെ എന്നെ ഒന്ന് വിളിക്കണം, എന്നെ ഒന്ന് വിളിക്കണം. പ്രിയ മകളെ, പ്രിയ മകനെ എന്നൊക്കെ ഒന്ന് വിളിക്കണം, ഒന്ന് ആഗ്രഹിച്ചേ. ഹല്ലിയ. ഇവളെ ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് വിളിച്ചിട്ട് പറയുക, കൃപ ലഭിച്ചവളെ, ഫേവേർഡ് വുമൺ, മറ്റുള്ളവരെക്കാട്ടിലും നിന്നെ ഫേവററ്റ് ആയിട്ട് ദൈവം തിരഞ്ഞെടുത്തു. ഒരു എസ്തേർ ഉണ്ടായിരുന്നു. ഹല്ലിയ. സ്വന്തം ഭാര്യയെ പോലും മാറ്റിവെച്ചിട്ട് എസ്തേർ രാജ്ഞിയുടെ മേൽ സെറക്സസ് രാജാവിന് എത്ര ഫേവറായിരുന്നു അല്ലേ? അവള് രാജാവിൻ്റെ സന്നിധിയിൽ മറ്റാരും കയറി ചെല്ലത്തില്ല, അങ്ങനെ ഇടിച്ചു തള്ളി കയറി ചെല്ലത്തില്ല. അവൾ ഇടിച്ചു തള്ളി കയറി ചെന്നിട്ട് അവൾ നന്മ മേടിച്ചുകൊണ്ട് പോയി. സ്തോത്രം. ഫേവേർഡ്. ഹല്ലേലൂയ. ജോസഫ് കാരാഗ്രഹത്തിൽ കിടന്നിട്ടും കാരാഗ്രഹ പ്രമാണിക്ക് ജോസഫിനോടായിരുന്നു ഇഷ്ടം മറ്റുള്ളവരെക്കാട്ടിലും. ഫേവർ. ഹല്ലേലൂയ. പ്രസാദം. ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ദൈവം എന്തൊക്കെ ചെയ്തു തരുമെന്നറിയോ? ഹല്ലേലൂയ. മരിയെ നോക്കിയിട്ട് പറയുക, ഗ്രീറ്റിംഗ്സ്, കൃപ ലഭിച്ചവളെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറയുന്ന ഫേവേർഡ് വുമൺ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദം തോന്നിയ സ്ത്രീയെ എന്നാ പറയുന്നത്. ഇതൊന്ന് പറഞ്ഞേ, കർത്താവേ അങ്ങയുടെ പ്രസാദം എൻ്റെ മേലൊന്ന് വീഴട്ട്, എന്നെ നോക്കിയിട്ട് സ്വർഗം ഒന്ന് പറയട്ട്. അല്ല, മറ്റുള്ളവരെക്കാട്ടിലും നീ എൻ്റെ ഫേവററ്റ് ആണെന്ന്. 10 മക്കളുണ്ടെങ്കിൽ മക്കളെല്ലാം ഒരേപോലെ അപ്പനമ്മമാർക്ക്, പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞെങ്കിലും കാണും അപ്പനമ്മയ്ക്ക് മറ്റുള്ളവരെക്കാട്ടിലും അധികം പ്രിയമുള്ളവർ അല്ലേ? ചിലപ്പം ഏറ്റവും ഇളയതായിരിക്കും, അല്ലെങ്കിൽ അമ്മ എപ്പോഴും കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുന്ന ഒരു കുഞ്ഞായിരിക്കാം. എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിന് എന്തെങ്കിലും ഒരു ഫേവററ്റ് കാണും അല്ലേ? നമ്മൾ പറയും അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ ദൈവവചനത്തിനകത്ത് പോലും
ഹല്ലേലൂയ. ദൈവത്തിന് ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട്. കർത്താവിൻ്റെ നിയമം പാലിക്കുക, കർത്താവിനെ സ്നേഹിക്കുന്നവർ, കർത്താവിനോടൊപ്പം പറ്റിച്ചേർന്ന് നിൽക്കുന്നവരെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പിന്നാലെ ഉള്ളവനായിരുന്നു. ദാവീദിനോട് ഭയങ്കര പ്രിയമായിരുന്നു. ഇന്നൊന്ന് പറഞ്ഞേ, കർത്താവെ എന്നോടൊന്ന് പ്രിയം തോന്നണം. കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ഓരോരുത്തരെയും. പക്ഷേ മറ്റുള്ളവരെക്കാട്ടിലും എന്നെ ഒന്ന് ഇഷ്ടപ്പെടണേ കർത്താവെ. ഇതായിരിക്കണം നമ്മളുടെ പ്രാർത്ഥന. അപ്പം ഇവളോട് പറയാ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, അല്ലെങ്കിൽ ഫേവേർഡ് വുമൺ, പ്രസാദമുള്ള സ്ത്രീയെ നിനക്ക് വന്ദനം. ദ ലോർഡ് ഈസ് വിത്ത് യു. കർത്താവ് നിൻ്റെ കൂടെ. ഹല്ലേലൂയ. കർത്താവ് നിൻ്റെ കൂടെ എങ്കിൽ പിന്നെ ആരും നിൻ്റെ കൂടില്ലെങ്കിലും വിഷയമില്ല. ഇന്നൊന്ന് പറഞ്ഞേ, കർത്താവെ എൻ്റെ കൂടെ ഒന്നിരിക്കണം. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി ആർക്ക് നിൽക്കാൻ സാധിക്കും? ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആർക്കും എന്നെ ജയിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ എനിക്ക് ഏത് യുദ്ധവും ജയിക്കാൻ സാധിക്കും. ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ, ദൈവം എൻ്റെ കൂടെയെങ്കിൽ എനിക്ക് ഏത് പ്രതിസന്ധിയെയും എനിക്ക് ചാടിക്കടക്കാൻ പറ്റും. ദൈവം എൻ്റെ കൂടെയെങ്കിൽ ഹല്ലേലൂയ, വാഗ്ദത്തത്തിൻ്റെ സമയം എത്തുമ്പോൾ ഹല്ലേലൂയ, അത് അത്ഭുതകരമായി എൻ്റെ കയ്യിൽ വന്ന് വീഴും. ഹല്ലേലൂയ. ഒരു ശത്രുവിനും എൻ്റെ വാഗ്ദത്തത്തിനെ തടയാൻ പറ്റത്തില്ല. ദൈവം എൻ്റെ കൂടെയെങ്കിൽ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ, ദൈവം എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന, യേശു എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ ആർക്കും തടയാൻ പറ്റത്തില്ല, ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല, ആരുടെയും കണ്ണ് വീഴത്തില്ല, ആരുടെയും വേണ്ടാത്ത വർത്തമാനം അതിനെ കവർന്നെടുത്തുകൊണ്ട് പോകത്തില്ല. സ്തോത്രം. അപ്പം വാഗ്ദത്തത്തിൻ്റെ സമയമായപ്പോൾ ദൂതൻ വെളിപ്പെട്ട് മരിയോട് സംസാരിക്കുക. മരിയയുടെ പ്രതികരണം എന്തുവാ? 29-30 വാക്യങ്ങൾക്കകത്ത് മരിയ കൺഫ്യൂസ്ഡ്, ഡിസ്റ്റർബ്ഡ്, ചിന്തിക്കാൻ പറ്റാതെയും ഭയമുള്ളവളും. ഹല്ലേലൂയ. എന്നുവെച്ചാൽ മുൻ പരിചയമില്ല. ദൂതന്മാരെ നേരത്തെ കണ്ടും കേട്ടും ദൈവം എന്ത് ഏൽപ്പിക്കാൻ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. അവളെക്കുറിച്ച് പറയുക, ഇന്ന് നമ്മളുടെ ഇടയിൽ മനുഷ്യർക്കും ഒക്കെ നമ്മൾ ചില ദർശനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പം ഭയന്നു പോകുമായിരിക്കും. ദൂതന്മാരെ കാണുമ്പം ഭയന്നു പോകും. ദൈവത്തിൻ്റെ ആ തേജസ് നമ്മൾ കാണുമ്പം ഭയക്കും, അല്ലേ? നമ്മൾ വിറയ്ക്കും. ഹീ സോ ഹോലി. നമുക്ക് ആ വെളിച്ചത്തിലൊന്നും നിൽക്കാൻ പോലും നമുക്ക് യോഗ്യതയില്ല. നമ്മളുടെ കണ്ണുകളും കൊണ്ടും നമ്മളുടെ മയക്കത്തിൽ പോലും നമുക്ക് ആ സ്വർഗത്തിൻ്റെ സിംഹാസനങ്ങളും കാര്യങ്ങളൊന്നും കാണാൻ പോലും നമുക്ക് യോഗ്യതയില്ല. ഈ യോഗ്യതയില്ലാത്ത നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഈ നല്ല കർത്താവിനെ അറിയുവാനായിട്ട് യോഗ്യതയൊന്നുമില്ല. പക്ഷെ കർത്താവ് തിരഞ്ഞെടുത്തത് കൊണ്ട് ഇന്ന് നമ്മൾ ഓരോരുത്തരും യേശുവിനെ അറിഞ്ഞിരിക്കുന്നു. ഒന്ന് സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. മഹത്വം കരേറ്റിക്കേ ദൈവത്തിന്. ഈ നല്ല കർത്താവിനെ ഒരു യോഗ്യതയുമില്ലായിരുന്നു. അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ സൽഗുണങ്ങളെ പ്രഘോഷിക്കുവാൻ വേണ്ടി നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതിനായി ഒന്ന് സ്തോത്രം പറഞ്ഞേ. സ്വർഗമേ നന്ദി, യേശുവേ മഹത്വം. ഹല്ലേലൂയ. നമ്മളെ തെരഞ്ഞെടുത്തതിനായി സ്തോത്രം. അപ്പം ഇവളുടെ പ്രതികരണം കണ്ടോ? ഒന്നും അറിയത്തില്ല. പാവം പിടിച്ച കൊച്ച്, കൺഫ്യൂസ്ഡ്, ഡിസ്റ്റർബ്ഡ്. 10-16 വയസ്സേ ഉള്ളൂ. ഭയന്ന് വിറച്ച് സംശയം എന്തൊക്കെയാ. എന്നിട്ട് ദൂതൻ പറയുക, ദൈവത്തിന് നിന്നോട് പ്രസാദം തോന്നി. ഓ ഹല്ലേലൂയ. പ്രസാദകാലത്ത് പ്രസാദം ദൈവത്തിനുണ്ടാവുമ്പം അതാണ് അവൾ പാടാനിടയായതല്ലേ? ലൂക്കാ സുവിശേഷത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, മരിയ പാടുന്ന ഒരു പാട്ടുണ്ട്. മരിയ പാടിയിട്ട് മരിയ പറയുക, സ്വർഗത്തിലെ ദൈവത്തിന് എന്നോട് പ്രസാദം തോന്നി. ഇത് പ്രസാദ കാലമാണ്. ദൈവത്തിന് പ്രസാദം തോന്നിയത് കാരണമാണ് ഇത് സംഭവിച്ചത്. ലൂക്കാ 4:19 ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. ലൂക്കാ 4:19. കർത്താവിൻ്റെ ഇത് യേശു കർത്താവ് വായിക്കുന്ന ഒരു ഭാഗമാണ്. യേശു കർത്താവ് വായിക്കുന്ന കർത്താവിൻ്റെ പ്രസാദകാലം. ആമേൻ. അപ്പൊ യേശുവിനെ വിളിച്ചത് എന്തിനാ? പ്രസാദകാലം പ്രസംഗിക്കുവാൻ. പ്രസാദം, ദൈവത്തിന് ഒരാളോട് പ്രസാദം തോന്നുമ്പോൾ, ഫേവർ തോന്നുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് എന്തു വേണമെങ്കിലും ചെയ്യും. ദൈവത്തിൻ്റെ ഫേവറേറ്റ് ആകുമ്പോൾ എന്ത് വേണമെങ്കിലും ദൈവം ഒരു നന്മയും തടഞ്ഞു വെക്കത്തില്ല. യേശു ഒരു നന്മയും തടഞ്ഞു വെക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവിന് നമ്മളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ, ഫേവർ തോന്നിക്കഴിഞ്ഞാൽ എന്തും നമുക്ക് വേണ്ടി ചെയ്തു തരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദൂതൻ മരിയോട് പറയുക. ഹല്ലേലൂയ. പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. എന്താണ്? 30 വാക്യത്തിനകത്ത്, ഡോണ്ട് ബി അഫ്രൈഡ് മേരി, for you have found favor with God. മരിയേ, നീ
ഭയപ്പെടാതെ നീ ദൈവസന്നിധിയിൽ നീ പ്രസാദമുള്ളവളാണെന്ന് ദൈവത്തിന് നിന്നെക്കുറിച്ച് തോന്നി. ഹല്ലേലൂയ. എന്തൊരു അത്ഭുതമാണ്. ഇന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ വാഗ്ദത്തത്തിനകത്തേക്ക് കയറുക. ഇന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ എൻ്റെ പ്രസാദ വർഷത്തിനകത്തേക്ക് കയറുക. ഹല്ലേലൂയ. ഞാൻ അപ്പോയിൻറ്റഡ് ടൈമിനകത്തേക്ക് കയറുക. മരിയ അപ്പോയിൻറ്റഡ് ടൈമിനകത്തേക്ക് കയറി അല്ലേ. വർഷങ്ങളായി, യുഗങ്ങളായി ദൈവത്തിൻ്റെ മിശിഹ ജനിക്കുമെന്ന് പറഞ്ഞിരുന്ന് ആ സമയം അപ്പോഴായിരുന്നു. ഇറ്റ് വാസ് ദി അപ്പോയിൻറ്റഡ് ടൈം. അല്ലേ. ഇതിനെക്കുറിച്ച്, ഈ അപ്പോയിൻറ്റഡ് ടൈമിനെ കുറിച്ച് പറയുന്ന കൈറോസ് എന്നാ പറയുന്നത്. കൈറോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട സമയം. നമ്മൾ ചില കൈറോസ് സമയങ്ങൾ നമ്മൾ ബൈബിളിനകത്ത് കാണുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് ഒരു 38 വർഷക്കാലമായിട്ട് തളർന്ന് കിടക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ ഒരു ബെത്സഡ കുളക്കരയിൽ നമ്മൾ കാണുന്നുണ്ട്. ബെത്സഡ പൂളിൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് കാണുന്നുണ്ട്. അവൻ എന്നിട്ട് ദൈവത്തിനോടൊരു കാര്യം, യേശുവിനോടൊരു കാര്യം പറയുന്നുണ്ട്. എന്തോ പറയാനാ കർത്താവേ, ഞാൻ എപ്പം വെള്ളത്തിൽ ഇറങ്ങാൻ നോക്കിയാലും ആരെങ്കിലും ഒക്കെ വന്ന് അതിനകത്ത് ഇറങ്ങും. ദൂതൻ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് വേണം ഇറങ്ങാൻ, എന്നാലേ സൗഖ്യം കിട്ടത്തുള്ളൂ. പക്ഷെ ആ സമയത്ത് വേറെ ആൾക്കാരൊക്കെ വന്ന് ആ കൈറോസ് മോമെന്റ് കണ്ടോ, ആ അപ്പോയിൻറ്റഡ് ടൈം, ആ വിടുതൽ കിട്ടേണ്ട സമയം, ആ സമയത്ത് ആരെങ്കിലുമൊക്കെ ഇറങ്ങും. സ്തോത്രം. പക്ഷേ യേശു ആ ബെത്സഡ കൊളക്കരയിൽ ചെന്നിട്ട് ഈ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, നിനക്ക് സൗഖ്യം വേണോ? അപ്പോൾ അവൻ വീണ്ടും പിറുപിറുപ്പ് പറഞ്ഞപ്പോൾ യേശു ചോദിച്ചാൽ, നിനക്ക് സൗഖ്യം വേണോ? അവൻ പറഞ്ഞു, സൗഖ്യം വേണം. അതാണ് കൈറോസ് മോമെൻറ്റ്. എനിക്ക് സൗഖ്യം വേണം കർത്താവേ എന്ന് പറഞ്ഞ സമയമാണ് അപ്പോയിൻറ്റഡ് ടൈം. അവിടാണ് വിടുതലിൻ്റെ സമയം, അവിടാണ് അത്ഭുതം നടക്കുന്നത്. ഇന്ന് ആര് പറയുന്നു എനിക്ക് വിടുതൽ വേണം, എനിക്ക് ആ രക്ഷ വേണം, എനിക്ക് ആ അനുഭവം വേണം, എനിക്ക് ആ നന്മ വേണം? അവിടെ പ്രവർത്തിക്കുന്ന കർത്താവ്, അല്ലെ, ആ കൈറോസ് മൂമെന്റിൽ പ്രവർത്തിക്കുന്ന കർത്താവ്. യേശു എന്ത് ചെയ്തു? അവനെ ആ നിമിഷം തന്നെ അവനെ സുഖമാക്കി. അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് കിടക്ക എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ഒരു കൈറോസ് മൂമെന്റ് നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത്. പത്രോസും യോഹന്നാനും സുന്ദരം എന്ന ദേവാലയത്തിൻ്റെ ആ വാതിലിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരു മുടന്തൻ, ഒരു ലെയിം അല്ലേ, ഒരു അവൻ്റെ കാല് വയ്യാത്തവൻ, അവൻ ചെന്ന് അവൻ അവിടെ ഇരുന്ന് ഭിക്ഷയ്ക്ക് യാചിക്കുന്നുണ്ട്. അപ്പം പത്രോസും യോഹന്നാനും അവനെ നോക്കിയിട്ട് പറയുക, ഞങ്ങളുടെ കയ്യിൽ സ്വർണമില്ല, വെള്ളിയില്ല, പൊന്നില്ല, ഒന്നുമില്ല നിനക്ക് തരാൻ. പക്ഷെ ഞങ്ങളുടെ കയ്യിലൊരു നാമമുണ്ട്, യേശുവെന്ന നാമം. അവൻ്റെ കയ്യിലോട്ട് പിടിച്ച് അവനെ എഴുന്നേൽപ്പിക്കുക. കൈറോസ് മൂമെൻറ്റ്. ഹല്ലേലൂയ. അവൻ്റെ കയ്യെ പിടിച്ച് അവൻ്റെ അപ്പോയിൻറ്റഡ് ടൈമിനകത്തേക്ക് അവനെ വലിച്ചു കയറ്റി. ഹല്ലേലൂയ. അവനെ ആ വിടുതലിനകത്തേക്ക് വലിച്ചു കയറ്റി. സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് കേൾക്കുന്ന ഒരു വചനമായിരിക്കാം, നിങ്ങൾക്ക് വിടുതൽ തരുന്ന ഒരു പ്രാർത്ഥനയായിരിക്കാം, ഒരു ദൂതായിരിക്കാം, ഒരു ദർശനമായിരിക്കാം. അത് നിങ്ങളെ ആ അപ്പോയിൻറ്റഡ് ടൈമിനകത്തേക്ക് വലിച്ചു കയറ്റുക. മറിയ കണ്ടത് ദൂതനെയാ. ദൂതന്റെ ശബ്ദം കേട്ടു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അവളുടെ കാതുകൾക്കകത്ത് അവൾ സന്ദേശം കേട്ടു. അവൾ അപ്പോയിൻറ്റഡ് ടൈമിനകത്തേക്ക് കയറി. ഹല്ലേലൂയ. സ്തോത്രം. ആ അപ്പോയിൻറ്റഡ് ടൈമിനകത്ത് വിടുതൽ സംഭവിച്ചു. നമ്മളൊരു മർക്കോസ് സുവിശേഷം 5-നകത്തൊരു അപ്പോയിൻറ്റഡ് ടൈം, ഒരു കൈറോസ് മൂമെൻറ്റ് കാണുന്നുണ്ട്. എന്താണ്? ഒരു ഭൂതഗ്രസ്തൻ ഗെനസാരത്ത് എന്ന് പറഞ്ഞ തടാകത്തിൻ്റെ അവിടെ കിടക്കുന്ന ഒരു ഭൂതഗ്രസ്തൻ. ആ ഭൂതഗ്രസ്തന്റെ ദേശത്തോട്ട് യേശു കർത്താവ് കാല് വെച്ചതാണ് അപ്പോയിൻറ്റഡ് ടൈം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സ്വർഗം നിശ്ചയിച്ച സമയം അതായിരുന്നു, വിടുതലിന് വേണ്ടിയുള്ള സമയം. യേശു കർത്താവ് ഗെനസാരത്ത് ഗെനസാരത്ത് അല്ലേ, ഗെനസറത്ത് ഗദരദേശം, ആ ദെക്കപ്പോലിസ് നാട്ടില്, ആ സ്ഥലത്ത് യേശു കർത്താവ് കാല് വെച്ചതാണ് അപ്പോയിൻറ്റഡ് ടൈം. ഇന്നൊന്ന് പറഞ്ഞേ, അപ്പോയിൻറ്റഡ് ടൈം. ഇന്നൊന്ന് പറഞ്ഞേ, കൈറോസ് മോമെന്റ്. ഹല്ലേലൂയ. ഇന്നൊന്ന് പറഞ്ഞേ, വിടുതലിൻ്റെ സമയം. ഹല്ലേലൂയ. ദൈവം നിശ്ചയിച്ച സമയം. ഞാൻ പറയട്ടെ, ദൈവം നിശ്ചയിച്ച സമയം ഇതാണ്. നിങ്ങൾ എപ്പോഴാണ്, കർത്താവിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ അപ്പോയിൻറ്റഡ് ടൈം ഇപ്പോഴാണ്, സാൽവേഷൻ്റെ സമയം ഇപ്പോഴാണ്. നമ്മൾ ഏത് സമയത്താണോ ഒരു ദൂത് ഏറ്റുപിടിക്കുന്നത്, ഒരു വാർത്ത ഏറ്റെടുക്കുന്നത്, ഒരു വചനം കയറി പിടിക്കുന്നത്, ഹല്ലേലൂയ, അതാണ് അപ്പോയിൻറ്റഡ് ടൈം. ആ സമയം തൊട്ട്
വിടുതൽ സംഭവിച്ചു തുടങ്ങി. മരിയ സന്ദേശം കേട്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവളുടെ മേലെ വന്നു ആവസിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മരിയ ഗർഭിണിയായി. പക്ഷെ ഞാൻ പറയട്ടെ, ദൂതൻ്റെ വായിലെ വാർത്ത കേട്ടപ്പോൾ തൊട്ട് അവൾ അപ്പോയിൻറ്റഡ് ടൈമിനകത്തേക്ക് കയറി. ഹല്ലേലൂയ. കുഞ്ഞു പുറത്തു വരാൻ 10 മാസം പിടിച്ചു. പക്ഷെ അപ്പോയിൻറ്റഡ് ടൈം, ദൂത് എപ്പം കേട്ടോ അന്നേരമായിരുന്നു അപ്പോയിൻറ്റഡ് ടൈം. ഹല്ലേലൂയ. നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല വാർത്ത കേട്ടോ, ഒരു വിടുതലിൻ്റെ വാക്ക് കേട്ടോ, ഒരു പ്രാർത്ഥന കിട്ടിയോ, അത് ഏറ്റെടുത്തോ, അന്നേരം തൊട്ട് വിടുതൽ തുടങ്ങി. ഹല്ലേലൂയ. അത് വിടുതലിൻ്റെ നിമിഷമാണ്. ഇറ്റ് ഈസ് ദ കൈറോസ് മൂമെൻറ്റ്. ഹല്ലേലൂയ. ചിലപ്പോൾ അത് പുറത്ത് കാണുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അതിൻ്റെ നന്മ അനുഭവിക്കുന്നത് ചില സമയങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം. പക്ഷേ അത്ഭുതം സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ പിറുപിറുക്കല്ല്, അയ്യോ ഇതെന്താ നടക്കാത്തത്, ഇത് എവിടെ ചെന്ന് അവസാനിക്കും പറഞ്ഞുകൊണ്ടിരിക്കല്ല്. വിളിച്ചു പറയണം, എൻ്റെ വാഗ്ദത്തത്തിൻ്റെ സമയമാ, ഞാൻ എൻ്റെ വാഗ്ദത്തത്തിനകത്തൂടെയാണ് നടക്കുന്നത്, ഞാൻ ആ ട്രാക്കിലാണ് ഓടുന്നത്. ഞാൻ പറയട്ടെ, ഒരു കൈറോസ് മൂമെൻറ്റ്. ഹല്ലേലൂയ. ഈജിപ്തിൽ നിന്ന് കൊള്ള മുതലെല്ലാം എടുത്തുകൊണ്ട് ഇസ്രായേൽ ജനം ഇറങ്ങിയപ്പോൾ വചനം പറയുന്നു, മുമ്പിലും പുറകിലും ദൈവത്തിൻ്റെ ദൂതന്മാര് മേഘസ്തംഭവും അഗ്നിത്തൂണുമായിട്ട് ഇറങ്ങി. കൈറോസ് മൂമെൻറ്റ്. ഹല്ലേലൂയ. അവരെ വാഗ്ദത്തത്തിനകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അവരെ ഒരു ക്യാപ്സ്യൂളിനകത്ത് സ്വർഗം കയറ്റിവെച്ചു. ഇവരെ ഇതിനകത്തൂടെ അവർ വാഗ്ദത്തത്തിനകത്ത് കയറി. അവർക്കറിയത്തില്ലായിരുന്നു. അവർ കിടന്ന് ബഹളവും വെച്ച് പിറുപിറുത്ത് അവരുടെ വാഗ്ദത്തത്തിനെ വൈകിയാക്കി, അവർ ലേറ്റാക്കി, ഡിലേ ആക്കി. അവരുടെ വാഗ്ദത്തത്തിനെ അവർ തിരിച്ചറിഞ്ഞില്ല അവർ വാഗ്ദത്തത്തിനകത്ത് കയറി എന്ന്. ഹല്ലേലൂയ. അവർ ആ കൈറോസ് മോമെൻറ്റിനകത്ത് കയറി എന്ന് അവർ മനസ്സിലാക്കിയില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഒരു കാര്യം നമ്മളുടെ കണ്ണിന് മുൻപിൽ നമ്മൾ കാണുന്നത് വരെ അത് ഫുൾഫിൽമെൻറ്റ്. ഹല്ലേലൂയ. പക്ഷേ അത് നമ്മൾ ഓൾറെഡി റിസീവ് ചെയ്തു, അത് നമുക്ക് ഓൾറെഡി ലഭിച്ചു. ഹല്ലേലൂയ. ഈ സദ്വാർത്ത കേട്ടപ്പോൾ തന്നെ അത് ആരംഭിച്ചു. മരിയയുടെ ജീവിതത്തിനകത്ത് രാജാതിരാജൻ എഴുന്നള്ളാൻ വേണ്ടി ഹല്ലേലൂയ കർത്താവ് എല്ലാം ഒരുക്കി. ഭൂമി ആ കുഞ്ഞിനെ കാണാൻ പോകുന്നത് 10 മാസം കഴിഞ്ഞ്. പക്ഷേ ദൈവം സാൽവേഷനകത്തേക്ക് മരിയെ കയറ്റി നിർത്തി. ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്കകത്തേക്ക് മരിയെ കയറ്റി നിർത്തി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഓരോരുത്തരും എപ്പോഴാണോ ഒരു വാക്ക് ലഭിച്ചത്, ചിലപ്പം പലവരുണ്ട് 10 പേരുടെ അടുത്ത് പോയി പ്രാർത്ഥന മേടിക്കും അല്ലേ. അപ്പോൾ എവിടെ ആരോടാ ചെന്ന് സാക്ഷ്യം പറയേണ്ടതെന്ന് അറിയത്തില്ല. 10 പേരുടെ അടുത്ത് പോയി പ്രാർത്ഥന മേടിച്ചു. പക്ഷെ ഞാൻ പറയട്ടെ, ആദ്യം എവിടാണോ കേട്ടത് അവിടം തൊട്ട് ആരംഭിച്ചത്. ഹല്ലേലൂയ. ആ വാഗ്ദത്തത്തിനകത്തേക്ക് കയറി നിർത്തിയത് അവിടെ ആരംഭിച്ചത്. ഇന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തേക്ക് ഞാൻ കയറി നിൽക്കുക. ദൈവത്തിൻ്റെ കൈറോസ് മൂമെൻറ്റിനകത്തേക്ക് ഞാൻ കയറി നിൽക്കുക. എൻ്റെ വിടുതലിൻ്റെ സമയമായി. ഞാൻ എൻ്റെ വിടുതലും കൊണ്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ആ വിടുതൽ പ്രാപിച്ചിട്ട് ഞാൻ പോകുന്നേ. മരിയ ഇതിനകത്ത് വേറൊരു കാര്യവും കൂടെ ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് ഈ ഓരോ വാഗ്ദത്തങ്ങളും കേൾക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മരിയ ഇത് കേട്ടു, മരിയയ്ക്ക് ഭയമുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മരിയ ഒരു വാക്ക് പറഞ്ഞു. നമ്മൾ ലൂക്കാ സുവിശേഷം 1:26 തൊട്ട് 37 വരെയും വായിക്കുമ്പോൾ അതിനകത്ത് ദൂതൻ സംസാരിക്കുക. ദൂതൻ എന്നിട്ട് പറയുക, എങ്ങനെയാണ് കുഞ്ഞ് ജനിക്കാൻ പോകുന്നത്, ഈ കുഞ്ഞ് എന്ത് ചെയ്യും, എല്ലാം. മരിയയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ ഉറപ്പായിട്ടും പറയാം, മരിയയ്ക്ക് പകുതിയേ മനസ്സിലായിട്ടുള്ളൂ. പക്ഷേ മരിയ ഒരു കാര്യം പറയുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 1:38 മേരി റെസ്പോണ്ടഡ്, I am the Lord's servant. May everything you have said about me come true. And then the angel left her. അവൻ വാക്യം ഒന്ന് വായിച്ചേ. 1:40. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. നിന്റെ വാക്കുപോലെ എൻ്റെ ജീവിതത്തിൽ ഫലിക്കട്ടെ, ഭവിക്കട്ടെ. ഹല്ലേലൂയ. ദൂതൻ മരിയെ വിട്ടു. കണ്ടോ, മരിയ വാസ് അവൈലബിൾ. മേരി വാസ് അവൈലബിൾ. മരിയ പറഞ്ഞു, ദേ അടിയനിതാ, ഞാൻ കേട്ട ദൂതുണ്ടല്ലോ, ഞാൻ ആ കേട്ട വാഗ്ദത്തം ഉണ്ടല്ലോ, എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല, ഞാനൊന്നും കാണുന്നില്ല, ഇപ്പം അത് ഉടനെ മാറിയില്ല. പക്ഷേ ദേ അടിയനിതാ,
ഞാൻ ദേണ്ടിതാ, ഞാൻ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി അവൈലബിളാ കർത്താവേ. ഒരു വാഗ്ദത്തം കേട്ടോ, ഒരു ദൂത് കേട്ടോ, വിളിച്ചു പറയണം, കർത്താവെ എൻ്റെ ജീവിതത്തിൽ അത് ചെയ്യാൻ വേണ്ടി ഞാൻ അവൈലബിളാ. ഐ ആം റെഡി. ഞാൻ അവൈലബിളാ. എനിക്കത് കാണണം. എനിക്ക് ആ നന്മ എനിക്ക് അനുഭവിക്കണം. ഹല്ലേലൂയ. കർത്താവ് എങ്ങനെ പിന്നെ പ്രവർത്തിക്കാതിരിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. ദൈവത്തിന് എങ്ങനെ അത്ഭുതം ചെയ്യാതിരിക്കാതെ സാധിക്കും? ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് മഹത്വം. ഓൾ ഗ്ലോറി ടു ജീസസ്. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് കേട്ട ഓരോ വാഗ്ദത്തങ്ങളും ലഭിക്കുക തന്നെ ചെയ്യും. അസ്ഥി താഴ്വരകൾക്കകത്ത് അസ്ഥിക്കൂട്ടങ്ങൾ കിടക്കുമായിരുന്നു. പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ പ്രവചിക്കാൻ പറഞ്ഞു. ഓരോ സ്റ്റെപ്പായിട്ടാണ് പ്രവചിച്ചതല്ലേ? അതിനോട് പ്രവചിക്ക്. അതിനകത്ത് മാംസം വരട്ട്, അതിനകത്ത് ത്വക്ക് വരട്ട്. നമുക്ക് ആ വചനം ഒന്ന് കയറാം. എസെക്കിയേലിൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിനകത്ത്. ഹല്ലേലൂയ, സ്തോത്രം. 37-ാം അധ്യായത്തിനകത്ത് ദൂതനോട് ദൈവത്തിൻ്റെ ശബ്ദം പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, ഇവര് ജീവിക്കുമോ? അപ്പം പ്രവാചകൻ പറയുക, എനിക്കറിയത്തില്ല, അങ്ങക്കേ ഇതിൻ്റെ മറുപടി അറിയത്തുള്ളൂ. 4-ാം തിരുവാക്യത്തിനകത്ത്, എസെക്കിയേൽ പുസ്തകം 37-ന്റെ 4-ാം വാക്യത്തിനകത്ത്, ഹല്ലേലൂയ, ദൈവം ഇങ്ങനെ പറയുക, സ്പീക്ക് എ പ്രൊഫറ്റിക് മെസ്സേജ്, അല്ലേ? നീ ഒരു പ്രവചന ശബ്ദം നീ ഒന്ന് ശബ്ദിക്ക്. എന്നിട്ട് അതുങ്ങളോട് പറ, ഉണങ്ങിയ അസ്ഥികളെ, ദൈവത്തിൻ്റെ വാക്കുകളെ നിങ്ങൾ കേൾക്ക്. കണ്ടോ? എന്നിട്ട് പിന്നെയും പറയിപ്പിക്കുക. അതിൻ്റെ 9-ാം വാക്യത്തിനകത്ത് പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് വീണ്ടും പറയുക, ഇനിയും നീ അവരോട് സംസാരിക്കുക. അപ്പം ആദ്യം പറയുക, പറഞ്ഞു കഴിഞ്ഞപ്പം അതിന് ത്വക്ക് വെച്ചു, മാംസം വെച്ചു, ഒക്കെ വെച്ചു. പക്ഷെ ജീവൻ വന്നില്ല. വീണ്ടും ദൈവം പറയുക, 9-ാം വാക്യത്തിനകത്ത് പറയുക, ഇനിയും നീ സംസാരിക്കുക. നീ പറയുക, ഇതാണ് സൈന്യങ്ങളുടെ യഹോവ പറയുന്നത്, ജീവൻ്റെ കാറ്റേ, നീ ഇവരുടെ അകത്തേക്ക് വാ. കണ്ടോ? അടുത്ത സ്റ്റെപ്പ്. ചിലപ്പോൾ നമ്മൾ 2, 3, 4, 10, 15 തവണ വാഗ്ദത്തം വിളിച്ചു പറയേണ്ടി വരും. പക്ഷെ വിളിച്ചു പറഞ്ഞ് മാംസവും ത്വക്കും ജീവനും എഴുന്നേറ്റൊരു സൈന്യമായി പ്രവർത്തിക്കുന്നതും കാണാൻ ഇടയാകും. ഹല്ലേലൂയ. കാണാതെ പോകത്തില്ല. എന്നൊന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ അത്ഭുതം കാണാതെ പോകത്തില്ല. ഞാൻ എൻ്റെ അത്ഭുതം അനുഭവിക്കാതെ പോകത്തില്ല. സ്തോത്രം. ഞാൻ എൻ്റെ നന്മ രുചിക്കാതെ ഞാൻ പോകത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ പറഞ്ഞ വാഗ്ദത്തം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ കേട്ട നന്മ ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും. എൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ത്വക്ക് വെച്ച്, മാംസം വെച്ച്, ജീവൻ വെച്ച് അതൊരു സൈന്യമായി എഴുന്നേൽക്കുക തന്നെ ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളുകളായി മുടങ്ങിക്കിടക്കുന്ന വാഗ്ദത്തങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ജീവൻ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇത് അപ്പോയിൻറ്റഡ് ടൈമാ, ഇത് അപ്പോയിൻറ്റഡ് മൂമെൻറ്റാ. ഈ വർഷം അപ്പോയിൻറ്റഡ് ടൈമാ. ഇറ്റ് ഈസ് എ ഇയർ ഓഫ് ഫേവർ. ഹല്ലേലൂയ. പ്രസാദകാലമാ. ദൈവം പ്രസാദിക്കുന്ന വർഷമാ. കർത്താവെ, പ്രസാദമുള്ളവർ ജീവിച്ച് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നന്മകൾ ഏറ്റെടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. കാറ്റ് കണ്ടില്ല, കോള് കണ്ടില്ല, മഴ കണ്ടില്ല, ഒന്നും കണ്ടില്ല, പക്ഷേ താഴ്വരകൾ നിറഞ്ഞു വന്നു. ഹല്ലേലൂയ. അങ്ങനത്തെ അത്ഭുതങ്ങൾ ഈ നാളുകളിൽ കാണാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ യേശുവിൻ നാമത്തിൽ. നീ വചനം കേൾക്കുന്ന ആരുടെയോ വീട്ടിൽ കിണർ ഉണങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ വേനൽക്കാലത്ത് ഉണ്ടാവാറുണ്ട്. കർത്താവ് ആ വേനൽക്കാലത്തിന് മുമ്പ് തന്നെ അതിനെ സൗഖ്യമാക്കുന്ന, ആ കിണറിനെ സുഖമാക്കുന്നതിനായി സ്തോത്രം. വീണ്ടും പറയുന്നു, ആരുടെയോ വീട്ടിൽ വേനൽക്കാലം വരുമ്പം കിണർ വറ്റിപ്പോകുന്ന അവസ്ഥയുണ്ട്. വരുന്ന വേനൽക്കാലത്ത് വെള്ളം വറ്റത്തില്ല കിണറിനകത്ത്. ഹല്ലേലൂയ. കർത്താവ് ആ കിണറിനെ സുഖമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം. ബ്ലെസ് യു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.